എസ് റഫീഖ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. CPM വയനാട് ജില്ലാ സെക്രട്ടറി. റഫീഖ്, കോൺഗ്രസിനകത്ത് ഇത്ര വലിയ പ്രശ്നമുണ്ടാകുന്നു, ആളുകൾ ജീവൻ ഒടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, ആ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. പക്ഷേ ഇതുവരെ സംസ്ഥാന നേതൃത്വം ഇടപെടുകയോ ഇല്ലെങ്കിൽ ഇതിനൊരു ഒരു തീരുമാനത്തിലേക്ക് ഒരു പോംവഴിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഏത് തരം പ്രതിസന്ധിയാണ് അവിടെ കോൺഗ്രസ് അനുഭവിക്കുന്നത് ഇല്ലെങ്കിൽ നേരിടുന്നത് എന്നത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്. പക്ഷേ എന്താണ് വയനാട്ടിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഇവിടെ കാണേണ്ടത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ എന്ത് സമീപനമാണ് ഇത് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായല്ലോ. ഇവിടെ ജോസ് നെല്ലേടം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്, മണ്ഡലം ഭാരവാഹിയാണ്. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ ഒരാൾ മരണപ്പെട്ടിട്ട് എത്ര നേതാക്കന്മാർ അങ്ങോട്ട് എത്തി ഇതുവരെ? അത് വളരെ ഗൗരവമായ വിഷയമാണല്ലോ. ഇവിടെ വയനാടിന്റെ MP വയനാട്ടിലുണ്ട്. സാധാരണ അദ്ദേഹം അവർ ഡൽഹിയിലും മറ്റുമാണ്. പക്ഷേ ഇപ്പൊ വയനാട്ടിലുണ്ട് 2-3 ദിവസങ്ങളായി. എന്താ അതിന്റെ അടുത്തുള്ള, അതായത് അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരത്ത് പോലും അവർ പരിപാടി പങ്കെടുത്തു. ആനക്ക് തീറ്റ കൊടുക്കുന്ന പരിപാടിയിൽ പോലും അവർ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ജനപ്രതിനിധി കൂടിയായ കോൺഗ്രസ് നേതാവ് മരണപ്പെട്ടപ്പോ അവിടത്തേക്ക് പോയോ? അത് പോകാതിരിക്കുന്നുണ്ടുകൊണ്ടാണ് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ. അവിടെ വരെ എത്തിയിരിക്കുന്നു ഇവരുടെ ഗ്രൂപ്പ് വർക്ക് എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ശ്രീമാൻ T. സിദ്ദിഖ് കഴിഞ്ഞ 2 ദിവസവും വയനാട് ജില്ലയിൽ തന്നെയുണ്ട്, വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നു. അദ്ദേഹം 24 മണിക്കൂറാണ് ജോസ് നെല്ലേടത്തിന്റെ മൃതദേഹം പിന്നീട് അവിടെ പൊതുദർശനത്തിന് വെച്ചത്. അവിടെ പോകാൻ വേണ്ടി T. സിദ്ദിഖ് തയ്യാറായിട്ടില്ല. വലിയ രൂപത്തിലുള്ള വിഷയങ്ങൾ അതാണല്ലോ പുറത്തു വരുന്നത്. പത്മജ പാർട്ടിക്കുള്ളിലുള്ള ഭിന്നതയാണ്, അത് ഏത് തരത്തിൽ അവർ കൈകാര്യം ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പക്ഷെ പത്മജയെ ഇന്ന് CPM നേതാക്കൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അവരുടെ ബാധ്യതയുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ആ ബാധ്യത CPM ഏറ്റെടുക്കുന്നതിലേക്കാണോ? അല്ല, പത്മജ അവർക്കുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പറഞ്ഞു. പത്മജയും അല്ലെങ്കിൽ NM വിജയന്റെ മകൻ വിജേഷും ഒക്കെ ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നത് അവർക്ക് ഔദാര്യമായി കിട്ടാനുള്ള തുകയെ കുറിച്ചല്ല. അവർക്ക് അവകാശപ്പെട്ട, യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം ചിലവഴിച്ചതാണ് NM വിജയൻ. അത് കോൺഗ്രസിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിച്ചതല്ല. കോൺഗ്രസ് നേതാക്കന്മാർ തട്ടിപ്പ് നടത്തിയ തുക തിരിച്ചു കൊടുക്കാൻ വേണ്ടി തൽക്കാലം വായ്പയെടുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ കിടപ്പാടം പോലും പണയപ്പെടുത്തി പണം സ്വരൂപിച്ചത്, പണം വായ്പയെടുത്തത്. ആ പണമാണ് തിരികെ നൽകാൻ വേണ്ടി ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ എത്രമാത്രം കണ്ണിൽ ചോരയില്ലാത്ത നിലയിലാണ് അവരോട് പെരുമാറിയത് എന്നും അവരനുഭവിക്കേണ്ടി വന്ന ദുരനുഭവത്തെ കുറിച്ചും ആ കുടുംബം പറഞ്ഞല്ലോ. ഞങ്ങൾ ആ കാര്യത്തിൽ നേരത്തെ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം 2 ജീവനുകൾ നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബമാണത്. വല്ലാതെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന കുടുംബം. അപ്പൊ കോൺഗ്രസ് ഇവരെ സഹായിക്കില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചാൽ, ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സാധ്യമായ സഹായം ചെയ്യും. ഇത് നേരത്തെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതാണ്. അത് ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയതാണ്, ഇപ്പോൾ മാത്രമല്ല. കാരണം ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്ത നിലയിൽ അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളെ കൂടെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ മനുഷ്യജീവന് പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആ ഘട്ടത്തിൽ ആ നിലയിൽ നിലപാട് സ്വീകരിച്ചത്. ഇപ്പോഴും ഞങ്ങൾ പറയുന്ന കാര്യം അത് തന്നെയാണ്. ഇവിടെ കോൺഗ്രസ് പക്ഷേ അവർക്കിത് കൊടുക്കാൻ പറ്റില്ല എന്നവർ പറയണം. അവർ പക്ഷേ ഈ കുടുംബത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കും, ഞങ്ങൾ ചെയ്യും എന്നുള്ള എഗ്രിമെന്റ് ഉൾപ്പെടെ ഉണ്ട് എന്ന് T. സിദ്ദിഖ് പറയുന്നു. എഗ്രിമെന്റ് ഇല്ല എന്ന് KPCCയുടെ അധ്യക്ഷൻ പറയുന്നു. ഈ രൂപത്തിൽ വഞ്ചിക്കുന്ന നിലപാടാണല്ലോ അവർ സ്വീകരിക്കുന്നത്. കോൺഗ്രസ് ഈ രൂപത്തിൽ തങ്ങളുടെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയും ഒരുപറ്റം നേതാക്കൾ നടത്തുന്ന അങ്ങേയറ്റത്തെ ക്രിമിനൽ പ്രവർത്തനത്തിന് അതിന്റെ ധനികളായവരെ ഇരയാക്കുകയാണ്. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ. അവരുടെ പ്രവർത്തകർക്ക് വിലയും കൽപ്പിക്കുന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ അവർ ആ മരിച്ച വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കില്ലേ? എന്തേ പത്മജ ഇങ്ങനെ ആത്മഹത്യാശ്രമം ഉൾപ്പെടെ നടത്തിയിട്ടും അവിടേക്ക് നേതാക്കന്മാർക്ക് ആർക്കും പോയി അവരെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ എന്താണ് ഇത്ര ഭയപ്പാട്? എന്തിനാണ് അവർ പോകാതിരിക്കുന്നത്? ഇതിനെല്ലാം കോൺഗ്രസ് മറുപടി പറഞ്ഞേ തീരുള്ളൂ.